അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1403, സൂറത്തുർ റഅദ് 5 മുതൽ 7 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِن تَعْجَبْ فَعَجَبٌ قَوْلُهُمْ أَإِذَا كُنَّا تُرَابًا أَإِنَّا لَفِي خَلْقٍ جَدِيدٍ أُولَئِكَ الَّذِينَ كَفَرُوا بِرَبِّهِمْ وَأُولَئِكَ الْأَغْلَالُ فِي أَعْنَاقِهِمْ وَأُولَئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ وَيَسْتَعْجِلُونَكَ بِالسَّيِّئَةِ قَبْلَ الْحَسَنَةِ وَقَدْ خَلَتْ مِنْ قَبْلِهِمُ الْمَثُلَاتُ وَإِنَّ رَبَّكَ لَذُو مَغْفِرَةٍ لِلنَّاسِ عَلَى ظُلْمِهِمْ وَإِنَّ رَبَّكَ لَشَدِيدُ الْعِقَابِ وَيَقُولُ الَّذِينَ كَفَرُوا لَوْلَا أُنْزِلَ عَلَيْهِ آيَةٌ مِّن رَّبِّهِ إنما أنت منذر ولكل قوم هاد. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإن تعجب, തങ്ങൾ അത്ഭുതം കൂറുന്നുവെങ്കിൽ, അതായത് തങ്ങളെ നിഷേധിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ, ഫഅജബുൻ ഖൗലുഹും, അവരുടെ വാക്കാണ് അത്ഭുതം. അഇദാ കുന്നാ തുറാബൻ, ഞങ്ങൾ മണ്ണാവുകയും മണ്ണായാൽ, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയാകുമോ എന്ന് പറഞ്ഞാൽ മരിച്ച് മണ്ണിൽ ലയിച്ചതിന് ശേഷം പുനർജനിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന ആ വാക്കാണ് അവർ തങ്ങളെ നിഷേധിക്കുന്നതിനേക്കാളും അത്ഭുതം ആയിട്ടുള്ളത്. ഉലൈകല്ലദീന കഫറൂ ബി റബ്ബിഹിം, അവർ അവരുടെ നാഥനെ നിഷേധിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരല്ല. വഉലൈകൽ അഗ്ലാലു ഫീ അനാഖിഹിം, ആ കൂട്ടരുടെ കഴുത്തുകളിൽ ചില വിലങ്ങുകളുണ്ടാകും. വഉലൈക അസ്ഹാബുന്നാർ, അവർ തന്നെയാകുന്നു നരകാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരാ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. വയസ്തഅ്ജിലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസനതി, നന്മക്ക് മുമ്പ് തിന്മ കൊണ്ട് അവർ ധൃതി കൂട്ടി ആവശ്യപ്പെടുന്നു, അഥവാ ശിക്ഷ വരാൻ അവർ ആവശ്യപ്പെടുന്നു. വഖദ് ഖലത് മിൻ ഖബ്ലിഹിം, യഥാർത്ഥത്തിൽ അവരുടെ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട് അൽ മസുലാത്തു, മാതൃകാപരമായ ശിക്ഷകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നിട്ടും അവർ ശിക്ഷ ഉണ്ടെങ്കിൽ കൊണ്ടുവാ എന്ന് പറയുന്നു. വഇന്ന റബ്ബക, നിശ്ചയം തങ്ങളുടെ നാഥനായ അല്ലാഹു ലദൂ മഗ്ഫിറത്തിൽ ലിന്നാസി, ജനങ്ങൾക്ക് പാപമോചനം കൊടുക്കുന്നവനാണ്. അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തോടുകൂടെ തന്നെ. വഇന്ന റബ്ബക, നിശ്ചയം അങ്ങയുടെ നാഥൻ ലശദീദുൽ ഇഖാബി, കടുത്ത ശിക്ഷ നൽകുന്നവനും ആണ്. വയഖൂലുല്ലദീന കഫറു, സത്യനിഷേധികൾ ചോദിക്കുന്നു, ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങളുടെ പേരിൽ ഒരു ദൃഷ്ടാന്തം തന്റെ നാഥനിൽ നിന്ന് ഇറക്കപ്പെടാത്തത് എന്ന്. ഇന്നമാ അൻത മുൻദിർ, നിശ്ചയം നബിയെ അങ്ങ് താക്കീതുകാരൻ മാത്രമാകുന്നു. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, ഓരോ സമൂഹത്തിനും ഒരു മാർഗദർശി ഉണ്ടാകും, അതാണ് തങ്ങൾ എന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ വഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും എന്ന് തുടങ്ങി ഈ പറയുന്ന സൂക്തത്തിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുക. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലൊക്കെ വിശദീകരിച്ചത് കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞ സൂക്തങ്ങൾ വിശദീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, അള്ളാഹുവിന്റെ ശക്തിയുടെ തെളിവുകൾ അള്ളാഹു അവതരിപ്പിച്ചു. അങ്ങനെ പുനർജനിപ്പിക്കാനും മരണശേഷം മനുഷ്യനെ ഒരിക്കൽ കൂടി തിരിച്ചുണ്ടാക്കാനും അള്ളാഹുവിന് കഴിയും എന്ന് ആ സൂക്തങ്ങളിൽ നിന്ന് ബോധ്യപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല 46-ാം അധ്യായം സൂറത്തുൽ അഹ്ഖാഫിൽ വിശദീകരിച്ചതുപോലെ, അവലം യറൂ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, അല്ല ഈ നിഷേധികളായ ആളുകൾ ചിന്തിക്കുന്നില്ലയോ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും
അവകളെ പടക്കുന്നതിൽ ഒരു ശക്തിക്ഷയവും സംഭവിക്കാതിരിക്കുകയും ചെയ്ത അള്ളാഹു മരിച്ചതിന് ശേഷം അവരെ ഒന്നുകൂടി പുനർജനിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്ന യാഥാർത്ഥ്യം അവർ ചിന്തിക്കുന്നില്ലയോ എന്ന് നേരത്തെ സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ ഈ നിഷേധം കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ഭയങ്കര അത്ഭുതം തോന്നാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഇടയിലൂടെ ജീവിച്ച ഒരാളാണല്ലോ. 40 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അമീൻ, വിശ്വസ്തൻ, ആർക്കും എന്തും വിശ്വസിക്കാവുന്നയാൾ, യാതൊരു വിധത്തിലുള്ള സ്ഖലിതങ്ങളും അതേപോലെ കുറവുകളുമില്ലാത്തയാൾ എന്നു അവർ വിശ്വസിച്ചിരുന്ന, അവർ ഉറപ്പിച്ചിരുന്ന വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണെന്ന് വാദിച്ചതോടുകൂടെ ജനങ്ങൾ തന്നെ കള്ളനാണെന്ന് വിളിക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, വൈൻ തഅജബ്, തങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ. അതായത് ഇത്രയും സത്യസന്ധനായി 40 കൊല്ലം ഞാൻ ഇവരുടെ ഇടയിൽ ജീവിച്ചിട്ട് ഞാൻ ഈ 40 കൊല്ലത്തിനിടക്ക് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞു എന്ന തോന്നൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ഇരുന്നിട്ട് കൂടി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ സത്യസന്ധമായ ആശയത്തെ എങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നു ഇവർക്ക് എന്ന് അത്ഭുതപ്പെട്ട നബിതങ്ങളോട് അള്ളാഹു പറയാണ്, നബിയെ വൈൻ തഅജബ്, അവരുടെ വാക്കുകൾ തങ്ങൾക്ക് അത്ഭുതമുണ്ടാക്കുന്നുവെങ്കിൽ ഫഅജബുൻ ഖൗലുഹും, അവരുടെ വാക്കാണ് അത്ഭുതം. എന്തു വാക്ക്? അഇദാ കുന്നാ തുറാബൻ, ഞങ്ങൾ മണ്ണായി തീർന്നാൽ, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലേക്ക് വരുമെന്നാണോ മുഹമ്മദ് നബിയെ നിങ്ങൾ പറയുന്നത്? ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ്. തങ്ങൾ പ്രവാചകനാണെന്ന് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതിനേക്കാളും അത്ഭുതം. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം എന്ന് പറഞ്ഞത് അതിനെ നിഷേധിക്കുന്നതിനേക്കാളും അത്ഭുതമാണ് വാസ്തവത്തിൽ. എന്ത്? അല്ലാഹു തആല ഞങ്ങൾ മരിച്ചതിന് ശേഷം ഞങ്ങളെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. എന്താ കാരണം? കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു തആല വിശദീകരിച്ചല്ലോ, അവൻ ആകാശങ്ങളെ നിങ്ങൾ കാണുന്ന തൂണുകളില്ലാതെ പടച്ചവനാണ്. അതേപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും കൺട്രോൾ ചെയ്യുന്നത് അവനാണ്. കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവനാണ്. ഭൂമിയെ വിശാലമായ വിധത്തിൽ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റും വിധത്തിൽ സംവിധാനിച്ചവനും, അതേപോലെ ഭൂമിക്ക് ആണി എന്ന രൂപത്തിൽ ഉറച്ച പർവ്വതങ്ങളെ സംവിധാനിച്ചവനും, അരുവികളെ നൽകിക്കൊണ്ട് അനുഗ്രഹം നൽകിയവനും, വിവിധ ഇനം പഴങ്ങളും സംവിധാനങ്ങളും ഒരുക്കി തന്നവനും, രാവും പകലും സംവിധാനിച്ചവനും, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും ചെയ്ത അള്ളാഹു ആ സംവിധാനങ്ങളുടെ അത്രയൊന്നും സങ്കീർണമല്ലല്ലോ ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നത്. ആ സൃഷ്ടിപ്പും അള്ളാഹു നടത്തി. അതുകൊണ്ടാണല്ലോ ഇവർ മനുഷ്യന്മാരായിട്ട് ഇവിടെ ജീവിച്ചത്. ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ പറയാണ്, ഞങ്ങൾ മരിച്ച് മണ്ണിൽ ചേർന്നാൽ പിന്നെ വീണ്ടും ഞങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂല. വാസ്തവത്തിൽ തീരെയില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇവരെ ഉണ്ടാക്കിയ അള്ളാഹുവിനെ പറ്റി ഞങ്ങൾ മരിച്ചാൽ പിന്നെ കാണിച്ചു തരാം, പിന്നെ ഞങ്ങളെ തൊടാൻ കിട്ടൂല എന്നവർ പറഞ്ഞാൽ അതിലും വലിയ നോൺസെൻസ് വേറെ വല്ലതുമുണ്ടോ? അതാണ് അള്ളാഹു പറയുന്നത്, തങ്ങളെ നിഷേധിക്കുന്നതിൽ തങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ നബി അതിലും വലിയ അത്ഭുതമാണ് ഫഅജബുൻ ഖൗലുഹും, അവരുടെ വാക്കാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്ത്? ഐദാ കുന്നാ തുറാബൻ, ഞങ്ങൾ മണ്ണാവുകയോ, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, മണ്ണായതിനു ശേഷം വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലേക്ക് ഞങ്ങൾ വരുമെന്നോ? ഇത് ഇമ്പോസിബിൾ ആണ്, നടക്കൂല എന്നവർ പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്നാൽ അങ്ങനെ പറയാനവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവരവരുടെ നാഥനെ നിഷേധിക്കുന്നവരാണ്. കണ്ടോ, മക്കത്തെ മുശ്രിക്കിന്റെ വാചകത്തിന് മറുപടിയാണ് അല്ലാഹു തആല പറയുന്നത്. മക്കത്തെ മുശ്രിക്ക് അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവരാണ് നമ്മളെ നാട്ടിലെ സുന്നികളെ എതിർക്കാൻ വേണ്ടിയിട്ട് ചില സാധുക്കളായിട്ടുള്ള സഹോദരങ്ങൾ പറയാറുള്ളത്. കാരണം എന്താ? ആകാശം പഠിച്ചത് ആരാന്ന് വെച്ചാൽ അള്ളേന്ന് പറയുന്നുണ്ട്, അതവരെ വിശ്വാസമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയാറുണ്ട്. അവർ വിശ്വാസികളാണ്, അള്ളാഹിനെ വിശ്വസിച്ചിരുന്നു. എന്നാൽ അല്ലാഹു തആല പറയണവരെ കൊണ്ട് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവരവരുടെ നാഥനെ നിഷേധിച്ചവരാണ്. ഉലൈകല്ലദീന ആമനൂന്നല്ല, അവർ വിശ്വസിച്ചവരാന്നല്ല, അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരാണ്. കാരണം എന്താ? അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരാൾ ഞങ്ങളെ പുനർജനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയില്ല. അപ്പൊ പുനർജനിപ്പിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിനെ പറ്റി പറയണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ലിമിറ്റഡ് ആയിട്ടുള്ള കഴിവുകളുള്ളവനാണ് എന്ന കണക്കൂട്ടലാണ് അവരുടെ മനസ്സിൽ. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ അല്ല അള്ളാഹു പരിചയപ്പെടുത്തുന്നത്.
മറിച്ച് എല്ലാത്തിനും കഴിയുന്ന അള്ളാഹുവിനെയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം, അവരവരുടെ നാഥനെ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ നിഷേധികളായ ആളുകളെ കാത്തിരിക്കുന്നത് ഉലൈകൽ അഗ്ലാലു ഫീ അഅനാഖിഹിം, ഇത്തരക്കാരുടെ കഴുത്തുകളിൽ ചില വിലങ്ങുകൾ ഉണ്ടായിരിക്കും. കണ്ടോ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലങ്ങുകൾ അണിയിച്ചുകൊണ്ട് അവരെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സംവിധാനത്തിന് അല്ലാഹു തആല വേദിയൊരുക്കിയിട്ടുണ്ട്. വഉലൈക അസ്ഹാബുന്നാർ, അത്തരക്കാർ നരകാവകാശികളും ആകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, ആ നരകത്തിൽ അവർ നിത്യമായി കഴിയുന്നവരാണ്, നരകത്തിൽ അവർ നിത്യവാസികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് ആ നിഷേധികളായ ആളുകളുടെ ചില കൃത്യവിലോപങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ചില വിളയാട്ടങ്ങൾ, അത് അങ്ങേറ്റം പരിഹാസ്യമായിട്ടുള്ള നിലപാടുകൾ, അത് അല്ലാഹു തആല പറയുകയാണ് വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി, തിന്മ കൊണ്ട് അവർ ധൃതിപ്പെട്ട് തങ്ങളോട് ആവശ്യപ്പെടുന്നു. തിന്മ കൊണ്ടുവച്ചാൽ ഈ നിഷേധികളായിട്ടുള്ള ആളുകൾ ശിക്ഷ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വരണമെന്ന് പെട്ടെന്ന് കൊണ്ടുവാ എന്ന് ആവശ്യപ്പെടുന്നു. ഖബിലൽ ഹസനത്തി, നന്മക്ക് മുമ്പ്, കാരുണ്യത്തിന് മുമ്പ്, കാരുണ്യമൊന്നുമല്ല ശിക്ഷ ഉണ്ടെങ്കിൽ വേഗം കൊണ്ടുവാ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുന്നു, ധൃതിപ്പെട്ട് ചോദിക്കുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഓ ജനങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അള്ളാഹു തആല നിങ്ങൾക്ക് കടുത്ത ശിക്ഷകൾ നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവർക്ക് താക്കീത് നൽകി. അപ്പൊ അങ്ങനെ താക്കീത് നൽകിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട് അത്തരമൊരു ശിക്ഷയൊന്നും കൊണ്ടുവരാൻ നിങ്ങളെക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പടച്ചോനെ കൊണ്ടോ സാധിക്കില്ല എന്ന് മനസ്സിൽ വിശ്വസിച്ചിട്ടുള്ള ആ നിഷേധികളായിട്ടുള്ള മൂഢന്മാർ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, അങ്ങനെ ശിക്ഷ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോവാ, താമസിക്കണ്ട. അതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞത് വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി, അവർ തിന്മ കൊണ്ട് അഥവാ ശിക്ഷ കൊണ്ട് അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു. ഖബിലൽ ഹസനത്തി, നന്മക്ക് മുമ്പ്. വാസ്തവത്തിൽ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അങ്ങനെ വല്ല ശിക്ഷയും ഉണ്ടെങ്കിൽ ആ ശിക്ഷ ഞങ്ങൾക്ക് പറ്റാതിരിക്കാൻ ശരിയുടെ റൂട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നല്ലേ പറയേണ്ടത്. നബി സല്ലല്ലാഹു തങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും, നബി തങ്ങൾ പ്രവാചകനാണെന്ന് അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും, ഇങ്ങനെ ഒരു ശരിയുടെ പക്ഷം യഥാർത്ഥത്തിൽ ഇതിലുണ്ടെങ്കിൽ, ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി മുഹമ്മദ് നബി സല്ലല്ലാഹു തങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമല്ല. ഇനി അഥവാ ശരി അങ്ങനെയാണെങ്കിൽ ആ ശരിയുടെ റൂട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിത്തരണമെന്നല്ലേ പറയേണ്ടത്. എന്നാൽ അതിനു പകരം അവർ ചെയ്തതെന്താ? അങ്ങനെ ഒരു ശരി ഉണ്ടെങ്കിൽ ആ ശരി എന്തായാലും ഞങ്ങൾ സ്വീകരിക്കൂല, ആ ശരി സ്വീകരിക്കാത്തതിന്റെ പേരിൽ എന്തെങ്കിലും പണിഷ്മെന്റ് നൽകുമെന്നാണോ പേടിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്നായിക്കോട്ടെ, നേരം വൈകി കണ്ട എന്ന് പരിഹാസപൂർവ്വം, അങ്ങനെ ഒരു സംഗതി നടക്കൂല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവർ പരിഹാസപൂർവ്വം അങ്ങനെ പറഞ്ഞതാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനരായ ഇമാം ബൈളാവി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. യസ്തഅജിലൂനക ബിസ്സയ്യിഅതി ഖബലൽ ഹസന എന്ന് പറഞ്ഞാൽ ഐ ബിൽ ഉഖൂബത്തി ഖബലൽ ആഫിയ, സൗഖ്യത്തിന് മുമ്പ് ശിക്ഷ കൊണ്ട് അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നു. വദാലിക, അങ്ങനെ ആവശ്യപ്പെടാൻ കാരണം അന്നഹും ഇസ്തഅജലൂ മാ ഹുദ്ദിദൂ ബിഹി മിൻ അദാബിദ് ദുനിയ ഇസ്തിഹ്സാഅൻ, അവർ ശിക്ഷ വരുമെന്ന് അവരെ ഭയപ്പെടുത്തപ്പെട്ടപ്പോൾ പരിഹാസപൂർവ്വം അവരെന്തിതാണ് ധൃതിപ്പെട്ട് ആവശ്യപ്പെട്ടതാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഹദ്ദിദുഹും താറത്തൻ ബിഅദാബിൽ ഖിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോഴൊക്കെ അന്ത്യനാളിന്റെ ശിക്ഷയെ സംബന്ധിച്ച് അവരെ താക്കീത് നൽകാറുണ്ട്. വതാറത്തൻ ബിഅദാബിദ് ദുനിയ, ചിലപ്പോൾ ദുനിയാവിലുള്ള ശിക്ഷയെക്കൊണ്ട് നബി തങ്ങൾ അവർക്ക് താക്കീത് നൽകാറുണ്ട്. അതായത് നിങ്ങൾ ഈ നിലക്ക് നിഷേധാത്മകമായ നിലപാടുമായി മുന്നോട്ട് പോയാൽ അള്ളാഹു നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ ശിക്ഷ തരും, പരലോകത്ത് എന്തായാലും ശിക്ഷ തരുമെന്ന് പറയും. എന്നാൽ വൽഖൗമു, ഈ സമൂഹം, നബിതങ്ങളുടെ എതിരാളികളായിട്ടുള്ള സമൂഹം, കുല്ലമാ ഹദ്ദദഹും ബിഅദാബിൽ ഖിയാമത്തി, അന്ത്യനാളിൽ ശിക്ഷ കിട്ടും എന്ന് നബിതങ്ങൾ അവരെ താക്കീത് ചെയ്യുമ്പോഴെല്ലാം അൻകറുൽ ഖിയാമത്ത, അന്ത്യനാളിനെ തന്നെ അവർ നിഷേധിക്കും. വൽ ബഅസ, പുനർജന്മത്തെയും നിഷേധിക്കും. വൽ ഹശറ വന്നശറ, ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നതിനെയും അവർ നിഷേധിക്കും. അങ്ങനൊന്നും ഉണ്ടാവൂല. അതാണെന്ത്, ഞങ്ങൾ മരിച്ചു മണ്ണായതിനു ശേഷം ഒരു പുതിയ സൃഷ്ടിയായി വരുമോ എന്ന് ചോദിച്ചത്. മനസ്സിലായില്ലേ? ഇനി വകുല്ലമാ ഹദ്ദദഹും ബിഅദാബിദ് ദുനിയ,
ദുനിയാവിൽ നിങ്ങൾക്ക് ശിക്ഷ വരും എന്നവരെ ഭയപ്പെടുത്തുമ്പോഴെല്ലാം ഖാലൂലഹു, അവർ നബി സല്ലല്ലാഹു നിങ്ങളോട് പറയും ഫജിനാ ബിഹാദൽ അദാബി, എന്നാൽ ആ ശിക്ഷ പെട്ടെന്ന് ഞങ്ങൾക്ക് കൊണ്ടുവാ. വതലബു മിൻഹു ഇൽഹാറഹു വ ഇൻസാലഹു അലാ സബീലി തഅനിഫിഹി, അവരെ ആക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ ഒരു ശിക്ഷ വരില്ല എന്ന നിലക്ക് ആക്ഷേപത്തോടുകൂടെയാണ് എന്ത് ചെയ്യണത്, അവരെ ശിക്ഷ വെളിപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെപ്പറ്റി പറഞ്ഞത് എന്ത്, അന്നഹും യസ്തഅജിലൂന റസൂല ബിസ്സയ്യിഅതി, അവർ നബിതങ്ങളോട് ധൃതിപ്പെട്ട് ശിക്ഷ ആവശ്യപ്പെടുകയാണ് ഖബലൽ ഹസനത്തി, നന്മ വരുന്നതിന് മുമ്പ്. എന്നാൽ വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅദുഹും അലൽ ഈമാനി ബിസ്സവാബി ഫിൽ ആഖിറത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ പരലോകത്ത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്യാറുണ്ട്. വബി ഹുസൂലിൻ നസ്രി വല്ലഫിരി ഫിദ് ദുനിയ, ദുനിയാവിൽ വിജയവും അതേപോലെ തന്നെ സഹായവും കിട്ടുമെന്നും വാഗ്ദാനം ചെയ്യാറുണ്ട്. അപ്പോ ഈ വാഗ്ദാനം സ്വീകരിക്കുന്നതിന് പകരം, പരലോകത്തെ പ്രതിഫലം അംഗീകരിക്കുന്നതിന് പകരം ഫൽ ഖൗമു തലബു മിൻഹു നുസൂലൽ അദാബി, അവരെ ശിക്ഷ ഇറങ്ങലിനെയാണ് അവർ ആവശ്യപ്പെട്ടത്. വലം യത്ലുബു മിൻഹു ഹുസൂലൻ നസ്രി വല്ലഫിരി, സഹായവും വിജയവും കിട്ടലിന് അവർ ആവശ്യപ്പെട്ടില്ല. അതാണ് ഹസനത്തിന് മുമ്പ്, അഥവാ നന്മക്ക് മുമ്പ് പറഞ്ഞാൽ സഹായവും വിജയവും കിട്ടുന്നതിന് മുമ്പ് സിയ്യത്ത് വേണം, തിന്മ വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശിക്ഷ കൊണ്ടുവാ എന്നവർ ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ ഈ ആവശ്യപ്പെടാൻ എന്തെങ്കിലും അവസ്ഥയുണ്ടോ? യഥാർത്ഥത്തിൽ എന്താ സംഗതി? വഖദ് ഖലത്ത് മിൻ ഖബലിഹിമുൽ മസുലാത്തു, ഇവർക്ക് മുമ്പ് മാതൃകാപരമായ ശിക്ഷകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അഥവാ മുൻകാല നബിമാരുടെ കാലഘട്ടത്തിൽ ആ നബിമാരെ ജനങ്ങൾ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ കടുത്ത ശിക്ഷകൾ വന്നിട്ടുണ്ട്. അങ്ങനെ മുൻകാലത്തിലെ ശിക്ഷകൾ വന്നിട്ടുണ്ടെന്ന് ഇവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ മുൻകാലത്ത് പ്രവാചകന്മാർ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി അംഗീകരിക്കാൻ ഇവരുടെ മനസ്സു പാകപ്പെട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ശിക്ഷ ആവശ്യപ്പെടുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നു, വഇന്ന റബ്ബക, നിശ്ചയം നബിയെ തങ്ങളുടെ നാഥൻ, ലദു മഗ്ഫിറത്തിൽ ലിന്നാസി അലാ ദുൽമിഹിം, ജനങ്ങളുടെ അക്രമം അവരിൽ ഉള്ളതോടുകൂടെ തന്നെ അവർക്ക് മഗ്ഫിറത്ത്, പാപമോചനം നൽകുന്നവനാണ്. എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്ത മനുഷ്യന്മാരെ ആ തെറ്റ് ചെയ്ത ഉടനെ തന്നെ സഡൻ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന സമീപനം അള്ളാഹു സ്വീകരിക്കുന്നില്ല. മറിച്ച് അള്ളാഹു തആല അവർക്ക് വലിയ സാവകാശം നൽകുകയാണ്. കണ്ടോ, തെറ്റുകൾ ചെയ്തുകൊണ്ടും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ഉടൻ തന്നെ അവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ സ്വീകരിക്കാത്തതിന്റെ കാരണം അവർക്ക് അല്ലാഹു സമാധാനം നൽകുകയാണ്, സാവകാശം നൽകുകയാണ്. എപ്പോഴെങ്കിലും മനസ്സ് പാകപ്പെട്ട് ആ ശരിയുടെ റൂട്ടിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ അതിനുള്ള അവസരമൊരുക്കുകയാണ്. എന്നാൽ ഇന്ന റബ്ബക ലശദീദുൽ അദാബ്, ഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, നിശ്ചയം അങ്ങയുടെ നാഥനായ അല്ലാഹു കടുത്ത ശിക്ഷ നൽകുന്നവനുമാണ്. എന്ന് പറഞ്ഞാൽ ഈ സഹനം, ഈ ക്ഷമ, നിങ്ങൾക്ക് ഈ വിട്ടുവീഴ്ച ചെയ്തു തരുന്ന ശൈലി, ഈ ആനുകൂല്യങ്ങൾ, തിന്മകൾ ചെയ്തിട്ടും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചിട്ടും വീണ്ടും നിങ്ങൾക്കിങ്ങനെ സ്വൈരവിഹാരം നടത്താനുള്ള അവസരം അതെല്ലാ കാലത്തും കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന അള്ളാഹു തന്നെ കടുത്ത ശിക്ഷ നിങ്ങൾക്ക് നേരെ നടത്താനും കഴിവുള്ളവനാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം എന്ന്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇന്ന റബ്ബക ലദു മഗ്ഫിറത്തിൽ ലിന്നാസി അലാ ദുൽമിഹിം, ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അക്രമം ചെയ്യുന്നതിനോടുകൂടെ തന്നെ അവർക്ക് പാപമോചനം കൊടുക്കുമെന്നത് എല്ലാവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന സംഗതിയാണ്. വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, അല്ലാഹു കടുത്ത ശിക്ഷ നൽകുമെന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിൽ ഭയമുണ്ടാക്കുന്നതുമാണ്. അപ്പൊ ഖൗഫും റജാവും, അതായത് ശിക്ഷയെ തൊട്ടുള്ള ഭയവും അനുഗ്രഹങ്ങളിലുള്ള പ്രതീക്ഷയും രണ്ടും സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ശൈലിയാണ് അല്ലാഹു തആല വിശ്വാസികൾക്ക് നൽകുന്നത്. വെറും അനുഗ്രഹത്തിലുള്ള പ്രതീക്ഷ മാത്രമാണെങ്കിൽ ആളുകൾ പിന്നെ നന്മകളൊന്നും ചെയ്യാതെ അത് തന്നെ ആശ്രയിച്ചിരിക്കും. അതേസമയത്ത് ശിക്ഷയെപ്പറ്റിയുള്ള ചിന്ത മാത്രമാണെങ്കിലോ അപ്പോഴും അവർക്കൊരു അരക്ഷിതാവസ്ഥ വരും. എന്നാൽ ഇത് രണ്ടും കൂടെ സമരസപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സ്വഭാവം സ്വീകരിക്കണമെന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വയഖൂലുല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ പറയും, ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി, എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ മേലുള്ള ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തത്? മൂസാ നബിയുടെ വടി പോലെ, സാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകം പോലെ
എന്തുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോലത്തെ ഒരു ദൃഷ്ടാന്തം, ഒരു തെളിവ് മുഹമ്മദ് നബിക്ക് ഇറങ്ങാത്തത് എന്ന് അവർ ചോദിക്കും. സ്വാഭാവികമായും അവർ സഫാ പർവ്വതത്തെ സ്വർണമാക്കി കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലകളെ അവിടുന്ന് നീക്കിക്കൊടുത്ത് ആ സ്ഥാനത്ത് നല്ല അരുവികൾ ഒഴുക്കി കാണിച്ചു കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അവർ ആവശ്യപ്പെട്ടു. അവരൊക്കെ വിശ്വാസത്തിലേക്ക് വരണമെന്ന ആഗ്രഹം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അല്ലാഹുവേ ഈ വിധത്തിലുള്ള തെളിവൊന്ന് കാണിച്ചു കൊടുത്താൽ ഒരു പക്ഷെ അവരങ്ങ് വിശ്വസിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് അല്ലാഹു പറയണത് എന്ത്, ഇന്നമാ അൻത മുൻദിർ, നിശ്ചയം നബി അങ്ങ് താക്കീതുകാരൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ തങ്ങൾ എത്തിച്ചു കൊടുക്കുക. അത് എത്തിച്ചു കൊടുത്തിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ശിക്ഷ വരുമെന്ന താക്കീതും അവർക്ക് നൽകുക. അല്ലാതെ ആ തങ്ങൾ അവർക്ക് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഫൈനൽ അതോറിറ്റി അല്ല. എന്ത് ദൃഷ്ടാന്തം കൊടുക്കണം അത് അവര് ചോദിക്കുന്നതാവണമെന്നില്ല. അത് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു തീരുമാനിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. അത് വിശ്വസിക്കാതെ നിഷേധിക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ പേരിൽ കടുത്ത ശിക്ഷക്കവർ വിധേയരാകുകയും ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ ഖുർആൻ പലയിടത്തും ഈ ആശയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 272-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ലൈസ അലൈക ഹുദാഹും വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അവരെ സന്മാർഗത്തിലേക്ക് എത്തിക്കുക എന്നത് തങ്ങളുടെ പണിയല്ല, ഹിദായത്ത് ആക്കുക എന്നത് തങ്ങളുടെ പണിയല്ല, മറിച്ച് അത് അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്താക്കുന്നത്. അതേസമയത്ത് തങ്ങൾ അവർക്ക് താക്കീത് നൽകുന്നവരാണ്. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, ഓരോ സമൂഹത്തിനും ഒരു മാർഗദർശി ഉണ്ടാകും. അപ്പൊ നേരിന്റെ വഴി ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് സമ്മതിച്ചാൽ, അത് വിശ്വസിച്ചാൽ അവർക്ക് കൊള്ളാം, വിശ്വസിച്ചില്ലെങ്കിൽ അതിന്റെ ശിക്ഷ അവരേറ്റെടുക്കണമെന്നർത്ഥം. അള്ളാഹു നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.